അവിടെ പോയിട്ട് തിരിച്ചു വരും. ഹായ് ഹലോ, മാസ്റ്റേഴ്സ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഏറ്റവും അടിപൊളി ഒരു വണ്ടിയുടെ ഒരു ഗ്യാരേജിലാണ്. ഇവിടെ എല്ലാ വണ്ടിയും, ഒരുവിധപ്പെട്ട എല്ലാ വണ്ടിയും, നമ്മുടെ പഴയ മേജർ ആയിക്കോട്ടെ, 800 ആയിക്കോട്ടെ, നമ്മുടെ അംബാസഡർ ആയിക്കോട്ടെ, മെയിനായിട്ട് ഇവിടെയൊക്കെ ഒരു അംബാസഡർ ഉണ്ട്. അതൊക്കെ പണി ചെയ്യുന്ന ഒരു സഞ്ജു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു ഗ്യാരേജിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കാണാൻ കേൾക്കാനും താല്പര്യമുള്ള ഓഡിയൻസിനൊക്കെ വെൽക്കം ടു മാസ്റ്റേഴ്സ് വ്ലോഗ്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഒരു കഴുകി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്, നല്ല പണിയൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിട്ടുള്ള ഒരു അംബാസഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സഞ്ജു എന്ന് പറഞ്ഞ ചേട്ടാ. സുഖം പറഞ്ഞു. ഈ വണ്ടി എത്ര നാളായി എടുത്തിട്ട്? ഒരു 2 വർഷത്തിനകത്താകുള്ളൂ. 2 വർഷത്തിനകത്ത് വണ്ടി എടുത്തപ്പോൾ ഏത് കണ്ടീഷനായിരുന്നു? വണ്ടി എടുത്തപ്പം കണ്ടീഷൻ പറയാക്കൂല, പാടില്ല, ആ കണ്ടീഷനായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി ഒതുക്കിട്ടുന്ന വണ്ടിയാണ് ഞാനെടുത്ത് വർക്ക് ചെയ്തത്. മെയിനായിട്ട് എന്തൊക്കെയായിരുന്നു? പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, പെയിൻറ്റ് ചെയ്തു, എഞ്ചിൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ടൈം ബെൽറ്റ് കാര്യങ്ങളെല്ലാം മാറണമായിരുന്നു. പിന്നെ വീൽ വർക്കുകളെല്ലാം ഉണ്ടായിരുന്നു. വീലൊക്കെ ഞാൻ മറ്റേ ജിപ്സിയുടെ വീലൊക്കെ ആൾട്ടർ ചെയ്ത് കയറ്റിയ. അപ്പോൾ ആ കണ്ടീഷൻ ഇന്ന് ഇത്രയിലോട്ട് എത്തുമ്പോഴത്തേക്കും എത്ര എമൗണ്ട് ഒക്കെ ആയിക്കണം? ഒരു 130 130 ചേട്ടന് ഇഷ്ടപ്പെട്ട വണ്ടി അംബാസഡർ തന്നെയാണ്. പണ്ട് മുതലേ അംബാസഡറാണ് യൂസ് ചെയ്തത്. വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോഴേ അംബാസഡർ വർക്ക്ഷോപ്പിൽ നിന്നത്. അങ്ങനെ വന്ന് അംബാസഡറും ജീപ്പുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടി. അപ്പോൾ ജീപ്പ് ഇവിടെ ജീപ്പ് ഉണ്ട്, ആനിയം കൊണ്ടുപോയിക്കണം. അപ്പോൾ അത് കിട്ടും ഉടനെ? അത് ഉടനെ വരും. ഓക്കെ. അപ്പോൾ അവിടെയൊക്കെ കുറേ അംബാസഡർ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത്, അതൊക്കെ ആൾക്ക് അംബാസഡർ ഞാൻ പണ്ട് മുതലേ പണിയണമുണ്ട്, അറിയാന്നുള്ള ആൾക്കാർ അംബാസഡർ മൊത്തം കൊണ്ടുവരും. ചേട്ടാ ഇപ്പോൾ എത്ര കൊല്ലം കൊണ്ട് ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്? ഞാനിപ്പോൾ 22 കൊല്ലം. 22 കൊല്ലം. അപ്പം മെയിനായിട്ടും ഈ വണ്ടിക്ക് വേണ്ടി തന്നെയാണ്? അല്ല, ഞാൻ നമ്മൾ പണ്ട് മുതലേ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ വണ്ടികളുടെ ഒരു ഇതുകൊണ്ട്. അല്ല, അത് സ്പെഷ്യലായിട്ട് ഈ അംബാസഡറിൻ്റെ അടുത്ത് തന്നെ ഒരു ഇത് വന്നത്? പണ്ട് മുതലേ അംബാസഡറാണ് നമ്മൾ കണ്ട് തുടങ്ങിയത്. അംബാസഡറും ജീപ്പും ഒക്കെ നമ്മൾ കണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് വേറെ വണ്ടികളൊക്കെ എല്ലാ വണ്ടിയും ഓടിച്ചിട്ടുണ്ട്. എല്ലാ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇത് ഇതിൻ്റെ കംഫർട്ട് മറ്റുള്ള വണ്ടി കിട്ടുന്നില്ല. അതാണ് വിഷയം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ജീപ്പ് എല്ലാം ഓടിച്ചിട്ടും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത്രയ്ക്കൊരു ബിൽഡ് ക്വാളിറ്റി. ഇതിൻ്റെ കൂടെ വന്നത് കോളസ്, അതൊരു ഉണ്ട്. കോളസ് കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ഇതിപ്പോ പണിയാൻ എങ്ങനെയാണ്? പണിയാൻ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്? പാടാണ്, പഴയ വണ്ടി പണിയാൻ പാടാണ്. എല്ലാവരും അങ്ങനെ പണിയത്തില്ല. കുറെ ആൾക്കാർ പറയുന്നുണ്ട് വണ്ടി ഓടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്നൊക്കെ ചെറിയ വണ്ടി. ഇതിലിപ്പോ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കമ്പനി ഓൾറെഡി വന്ന വണ്ടിയാണ്. പിന്നെ ഞാൻ അതിൽ പവർ വിൻഡോയും സെൻട്രൽ ലോക്കും കൂടെ കയറ്റിട്ടുണ്ട്. എല്ലാം കയറ്റി. ഇതെല്ലാം കൂടെ കയറ്റിയപ്പോഴാണ് നേരത്തെ പറഞ്ഞ 1 സംതിങ് ആയിട്ടുള്ളത്. ഓക്കെ. ഈ വണ്ടിക്കുള്ള മെയിൻ്റനൻസും ബാക്കിയുള്ള വണ്ടികളുടെ മെയിൻ്റനൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, കൂടുതലാണ്. ഇത് മെയിൻ്റനൻസ് ചെയ്ത് വെച്ചാൽ വണ്ടി ഓടിക്കോളും. വണ്ടി അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഉള്ളതല്ല. കറക്റ്റ് വർക്ക് എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. സ്പെയർ പാർട്സ് ഒക്കെ എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാട് പോയി കിട്ടുന്നുണ്ട്. 6 കൊല്ലം മറത്തേണ്ടത് പോയാൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ആപ്പുണ്ട് കോയമ്പത്തൂർ, അവർ വിളിച്ചു കഴിഞ്ഞാൽ സാധനം എല്ലാം കിട്ടും. സാധനം എല്ലാം എത്തിച്ചേരും. ഇവിടെ ഏറ്റവും പണി ഇതിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്. അംബാസഡർ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ആക്സിഡന്റ് പോലത്തെ സംഭവം ക്ലെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് എല്ലാം ചെയ്യാം. പെയിന്റിങ് എല്ലാം ഉണ്ട്. ഇത് ഇവിടെ ഈ ഒരു ഗ്യാരേജ് ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷം. 3 വർഷമായിട്ടുണ്ട്. ഇതിന് മുമ്പ് എവിടെയായിരുന്നു? മുമ്പ് ഞാൻ ഗൾഫിലായിരുന്നു. അങ്ങനെ പോയിട്ടൊക്കെ വന്നിട്ട് ശേഷമാണ് അവിടെ മെക്കാനിക്കൽ തന്നെയായിരുന്നു. അവിടെ ഏതിൻ്റെ ആയിരുന്നു? എല്ലാ വണ്ടിയുണ്ട്. നോർമലായിട്ട് കോമൺ ആയിട്ടുള്ള എല്ലാം ഉണ്ട്. നമ്മളെ പുറമേയുള്ള ഗ്യാരേജാണ് കാണുന്നത്. കമ്പനിയല്ല, ഗ്യാരേജിലാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യുന്നത്. ചേട്ടൻ ഇപ്പോൾ ബാക്കിയുള്ള വണ്ടികളിൽ ഈ അംബാസഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോളേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏത് വണ്ടിയാണ് ഒരു കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്, കൂടുതലായിട്ട് പണി ചെയ്യാൻ താല്പര്യം? പണി ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയും എനിക്ക് ഒരുപോലെയാണ്. അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് കാണത്തില്ല. പാർഷ്യാലിറ്റി ഒന്നുമില്ല എല്ലാത്തിനും. എല്ലാ വണ്ടിയും ഉണ്ട്, ആവശ്യമുള്ള എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോ 4 വീൽ ആട്ട ഉണ്ടല്ലോ, ആ ആട്ട വരെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. EV അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? EV ഞാൻ ഇതുവരെയും ഉണ്ട്, വണ്ടിയുണ്ട്. ഇതുവരെയും നമ്മൾ കൈ കടത്തിട്ടില്ല. കൈ കടത്തിട്ടില്ല. പിന്നെ ട്രൈ ചെയ്യേണ്ടത്, അത് ട്രൈ ചെയ്യും, കുഴപ്പമില്ല. നമ്മൾ ഏത് വണ്ടി വന്നാലും നമ്മൾ ചെയ്യും.
പണി അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും അത് വിഷയമില്ല. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടിക്ക് നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു ചേട്ടൻ അറേഞ്ച് അറേഞ്ച് ചെയ്യാം. അത് നമ്മൾ നോക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും അറിയിക്കുന്നുണ്ട്. എടുത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടാ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇന്നോവ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇന്നോവയും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ് വർക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? വർക്ക് ചെയ്യുമ്പോൾ ഇന്നോവയാണ് എളുപ്പം. കാര്യം സെറ്റോടെ മാറി നമ്മൾ അസംബ്ലിയായിട്ട് മാറി. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. ഇതിൽ നമുക്ക് ഇത് റിപ്പയർ ചെയ്തിടാൻ പറ്റും ഇതിൻ്റെ സാധനങ്ങൾ. ഇപ്പോൾ ഒരു ബോൾ ജോയിൻ്റ് തന്നെ ബോൾ ജോയിൻ്റ് ഇളക്കിയിട്ട് റിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്നോവയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലൈഫ് കൂടുതൽ കിട്ടുമല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ? അതെ, ലൈഫ് കൂടുതൽ കിട്ടും. കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വർക്കുകൾ ചെയ്ത് നമുക്ക് ഓടിക്കാം. അങ്ങനെ ഓടിക്കാം, അല്ലാതെ മാറിയാലേ ഒക്കെ ഉള്ളൂ. അല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് സാധനം മാറുമ്പോഴുള്ള ആ എമൗണ്ടും ഇതിൽ നമ്മൾ പണി ചെയ്തിടുമ്പോൾ എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭം ഇതാണ് ലാഭം. ഇതാണ് റീകൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓടും. പക്ഷേ ഇപ്പോൾ അധികം ആൾക്കാർക്ക് അധികം ഇല്ലല്ലോ ഈ വണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം സാധനം ഓൾറെഡി കിട്ടുന്നുണ്ട്. അല്പം വില കൂടുതലാണ്. അതാണ് വിഷയം, വേറൊന്നുമില്ല. അതുകൊണ്ടായിരിക്കുമല്ലേ ആൾക്കാർ അധികം. അതാണ് വിഷയം. അതാണെന്ന് ഒന്നത് കാര്യം വർക്ക് ചെയ്യാൻ ആളില്ല, പണി ചെയ്യാൻ ആൾ കുറവാണ്. പക്ഷേ ബാക്കിയുള്ള വണ്ടി എല്ലാ പണിയുന്നുണ്ട്. അല്ലേ, ഞാൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ഈ വണ്ടി ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ സെക്കൻഡ് കിട്ടുന്നുണ്ടെങ്കിലും ആരും അങ്ങോട്ട് എടുക്കുന്നില്ല. കാര്യം വണ്ടിയുടെ സൈസ് മാത്രം പണിയുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ തന്നെ ഇപ്പം നമ്മൾ 2 വർഷമേ ഉള്ളൂ. രണ്ടിടത്തേ ഉള്ളൂ. ചേട്ടാ, അപ്പോൾ ഈ ഗ്യാരേജിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതും ഇത് തന്നെയാണോ? ഈ അംബാസഡർ മാത്രം കുറവാണല്ലേ ഇവിടെ? കുറവാണ്. ഇവിടെ തന്നെ ഒരു 4 വണ്ടിയേ ഉള്ളൂ, 4-5 വണ്ടിക്കകത്തേ ഉള്ളൂ. ഒരു സെന്നി കിടക്കുന്നുണ്ട്. കൂടുതലും പറഞ്ഞാൽ ഇപ്പോൾ ഇന്നോവ, കോളസ്, പിന്നെ മാരുതി ഐറ്റങ്ങൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും വരുന്നത്. അതാകുമ്പോൾ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞാൽ മാറ്റി അടുത്ത് കയറ്റുക. എല്ലാ വണ്ടികളും വരുന്നുണ്ട്, എല്ലാ കമ്പനികളും. ഒമിനിയെ കിടക്കുന്നത് ഇതൊക്കെ എന്താണ് കംപ്ലൈന്റ് ഇപ്പോൾ? അതൊക്കെ എഞ്ചിൻ കംപ്ലൈന്റ്, എഞ്ചിൻ വർക്ക് അത് എഞ്ചിൻ പണിയാൻ കൊടുത്തേക്കുന്നത് വർക്കുകളാണ്. കൊടുത്ത് തിരിച്ച് കയറ്റിയാൽ കൊടുത്തു വിടും, അത്ര തന്നെ. ചേട്ടാ, ഇപ്പോഴേ നമ്മുടെ ഈ അംബാസഡറിന് പല വേരിയന്റ് വരുന്നുണ്ടല്ലോ, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പറയും? പഴയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി ഇങ്ങോട്ടുണ്ട്. ഏറ്റവും കൂടുതലും എഞ്ചിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ അംബാസഡർ വരെ തന്നെ മെഡോർ എഞ്ചിന് കണ്ടത് കമ്പനി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല എഞ്ചിനാണ്. മെഡോർ എഞ്ചിലുണ്ടായിരുന്നു. പിന്നെ BMC ഉണ്ട്, സ്ലൈഡർ ഉണ്ട്, പിന്നെ ഇസൂസ് ആണ്. ഇതിപ്പോൾ ഇതിൽ വന്ന ഇസൂസ് എഞ്ചിൻ. ഇതിൽ ഇസൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈം ബെൽറ്റും കാര്യങ്ങളൊക്കെ ബെൽറ്റാണ്, ടൈം ബെൽറ്റാണ് വരുന്നത്. ബാക്കി എല്ലാം ചെയിനും പല്ലുമാണ് വരുന്നത്. ഇതിന് ബെൽറ്റാണ് വരുന്നത്. ബെൽറ്റ് 50,000 കിലോമീറ്റർ ബെൽറ്റ് മാറി കൊടുക്കണം. അത് നല്ല റേറ്റ് ആവും? വലിയ റേറ്റൊന്നുമില്ല, നോർമൽ റേറ്റേ ഉള്ളൂ. ഒരു ബെൽറ്റും എല്ലാം കൂടെ ഒരു 4,000 അടുപ്പിച്ച് വരുന്നുണ്ട്, അക്സ്ട്രാ എല്ലാം കൂടെ. അപ്പോൾ ഈ അംബാസഡർ കാരണം നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ മെയിൻ്റെനൻസ് ആയിട്ട് വരുന്നത് എന്തിനായിരിക്കും? മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് വർക്കുകൾ. സസ്പെൻഷൻ്റെ വർക്ക് ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന്റെ ബോഡി നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് പെട്ടെന്ന് തുരുമ്പ് അങ്ങനത്തെ പറഞ്ഞാൽ ഇത് നമ്മൾ കറക്റ്റ് സർവീസ് ചെയ്ത് ഓയിൽ സർവീസ് ഒക്കെ ചെയ്ത് സൂക്ഷിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതായത് വെള്ളം കയറുന്ന ഇത് ഒന്നാമത് അംബാസഡർ എന്ന് പറയുമ്പോൾ തുരുമ്പ് കയറുന്ന വണ്ടി ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ സർവീസ് ചെയ്തിട്ട് ഈ ഡോറിനകത്തൊക്കെ എല്ലാം ഗ്രീസൊക്കെ തേച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ തുരുമ്പൊന്നും വരത്തില്ല. ഇതിനകത്തുള്ള ഇപ്പോൾ ഈ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് റെക്സിന് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ എല്ലാ സീറ്റാണ് ഇവിടെ വരുന്ന ആ സീറ്റാണ് വരുന്നത്. അതിന് തന്നെ റെക്സിന് അടിച്ചത് ഇവിടെ തന്നെ ചെയ്തത്, നെടുമാട് തന്നെ ചെയ്തത്. ഈ റെക്സിന് എല്ലാം അടിച്ചിരിക്കുന്നത് സംഭവം. അതിന്റെ കളർ കോമ്പിനേഷൻ കൊള്ളാം. എല്ലാം ചേട്ടൻ തന്നെയാണ് ഡിസൈനൊക്കെ പറഞ്ഞത്. ഡിസൈനാണ് ഇത്. ഇപ്പോൾ ഇറങ്ങുന്ന മോഡലാണ്. ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ എങ്ങനെ മൈലേജ് എന്ന് പറയുമ്പോൾ ഇതിന് ശേഷം ഒരു 15-16ഓളം ഇതിന്റെ ഒരു നമുക്കിപ്പോൾ ജനറൽ ചെക്കപ്പ് എന്നുള്ള രീതിക്ക് ഒന്ന് ഓയിൽ ഫിൽറ്റർ, ഓയിൽ ഇതൊക്കെ ഒന്ന് മാറിയൊക്കെ വരുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ 2,000 രൂപയ്ക്കകത്ത് വരുന്നുള്ളൂ. അതെല്ലാം കൂടെ മാറുമ്പോഴത്തേക്ക് 2,000 ആ റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ സാധാരണ ഒരു ബൈക്കിന്റെ ഒക്കെ ഒരു ആ റേഞ്ച് വരുന്നുള്ളൂ, അത്രേ വരുന്നുള്ളൂ. പല വണ്ടിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മൈലേജും ഈ എമൗണ്ടൊക്കെ തന്നെ വരണം. പക്ഷെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയങ്കര വലിയ തോന്നും. അതാ ഒരു ഇത്. പിന്നെ എല്ലാവരും അംബാസഡർ ഉള്ളവരൊക്കെ പഴയ വണ്ടിയൊക്കെ പണിഞ്ഞ് വയ്ക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എല്ലാവർക്കും ക്വാളിറ്റി കുറവല്ല, അതായത് തകട് ക്വാളിറ്റി ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ബോഡി ക്വാളിറ്റി ഇല്ല വണ്ടി ഇപ്പോൾ ഇറങ്ങുന്നത്. അതാണ് വിഷയമായിട്ടുള്ളത്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പെട്രോൾ ഡീസൽ 15 കൊല്ലം കഴിഞ്ഞൊക്കെ നിർത്താൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് എന്ന് പറയുന്നത് കാര്യമില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ 5 കൊല്ലം കഴിഞ്ഞാൽ വണ്ടികളാണ് കൂടുതലുള്ളത്. മനസ്സിലായില്ല? ആൾക്കാർ ഇത്രയും കിടക്കുന്ന വണ്ടികൾ മൊത്തം എല്ലാം 15 കൊല്ലം കഴിഞ്ഞ വണ്ടികളാണ് കിടക്കുന്നത് കൂടുതൽ. ഇവിടെ തന്നെ 10-20-25 വണ്ടി കിടപ്പുണ്ട്. എല്ലാം 15 കൊല്ലം കഴിഞ്ഞ വണ്ടികളാണ് കൂടുതലും കിടക്കുന്നത്. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കേരളത്തിൽ ഇപ്പോൾ ഞാൻ നോക്കിയത് കേരളത്തിൽ 90% വണ്ടിയും 15 കൊല്ലം കഴിഞ്ഞ വണ്ടികളാണ് കിടക്കുന്നത്. ഓക്കെ. അല്ല, അങ്ങനെ ഒരു ചേട്ടൻ്റെ ഈ വണ്ടി 15 കൊല്ലം എന്തായാലും കഴിഞ്ഞാണ്. അല്ല, ഇതിപ്പോൾ പെട്ടെന്ന് സ്ട്രിക്റ്റ് ആക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പെട്ടു
ചേട്ടാ ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയുടെ ഈ കണ്ടീഷനിൽ നിന്ന് മാറ്റി കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഇറക്കണമെന്നല്ല ആഗ്രഹം തോന്നിയിട്ടുണ്ട്? മോഡിഫിക്കേഷൻ ചെയ്യാതെ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള ആവശ്യമില്ലല്ലോ, വെഹിക്കിൾ അപ്പോഴേ കണ്ടുപിടിക്കുക. എടുത്തോണ്ട് പോകും. ഏകദേശം ഇപ്പോൾ ഞാൻ കമ്പനി ബേസിലാണ് ചെയ്തിരിക്കുന്ന വണ്ടി. ആകെ ചെയ്തിട്ടുള്ള 2 മിറർ ചെയ്തിട്ടുണ്ട്, 2 ലൈറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ വീല് ഒന്ന്. അല്ല ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ പ്രശ്നം വരില്ലല്ലോ? ഇതൊന്നും വലിയ വിഷയമൊന്നുമില്ല. ഇതൊക്കെ താറിൽ പറഞ്ഞ ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്തൊരിക്കും വിഷയമൊന്നുമില്ല. വെഹിക്കിൾ കണ്ടു കിട്ടും, ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഈ മിററൊക്കെ ഓട്ടോമാറ്റിക് മിററാണ് അത്. ഇതിപ്പോ വർക്കിംഗ് ആണ്, ഓട്ടോമാറ്റിക് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കിന്റെ സ്വിച്ച് കടത്തിട്ടില്ല, അത് ചെയ്തുകൊണ്ടിരിക്കണേ വർക്കുകൾ. പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ പണി ഇനി ചെയ്യാനുള്ള പണി എന്തൊക്കെയാണ്? ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മിറർ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അതൊന്ന് വർക്കിംഗ് ആക്കണം, കണക്ട് ചെയ്യണം. പിന്നെ അത്യാവശ്യം കുറച്ച് ചില്ലറ വർക്കുകളേ ഉള്ളൂ. ചെയ്യാം. അപ്പോൾ ഇതിനിപ്പം നമുക്കിപ്പോൾ പെയിന്റിങ് ഇപ്പോൾ റീപെയിന്റിങ് ഒക്കെ ചെയ്ത് വേറെ ഒരുപാട് കളറൊക്കെ മാറ്റുമല്ലോ. ഇപ്പോൾ എനിക്ക് ടോട്ടൽ എത്രയാവും? ഇതിന് അംബാസഡർ സംബന്ധിച്ച് നമുക്ക് എത്ര രൂപ പണിയാം. അതായത് 10,000 രൂപ തൊട്ട് 1,00,000 രൂപ ആണെങ്കിലും ഈ വണ്ടി പെയിന്റ് ചെയ്യാം. അങ്ങനെയാണ്. അതായത് പെയിന്റ് വണ്ടി വർക്ക് കൂടുന്നതനുസരിച്ച്, പൈസ കൂടുന്നതനുസരിച്ച് വർക്ക് നല്ലതായിരിക്കും, വണ്ടി ക്വാളിറ്റിയും കൂടും. ഇപ്പോൾ ഞങ്ങൾ ഒരു വണ്ടി ഇപ്പോൾ 85,000 രൂപയ്ക്ക് പണിഞ്ഞ വണ്ടിയുണ്ട്, പെയിന്റ് മാത്രം 85 രൂപയായി. പെയിന്റ് മാത്രമേ വർക്ക് അത് ആ ക്വാളിറ്റിയിൽ നിൽക്കും. പിന്നെ വണ്ടിയുടെ മൊത്തം പണി 85 രൂപയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ പെയിന്റ് ഇപ്പോൾ എനിക്കെല്ലാം കൂടെ ഒരു 35 രൂപ ആ റേഞ്ച് ആയിട്ടുണ്ട്. 35 രൂപ ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇതിൽ ചെയ്തതായിരിക്കും. വലിയൊരു കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോൾ 5 രൂപ അങ്ങോട്ട് മാറും, അങ്ങനെയാണ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടമാണ്, എന്തൊക്കെ ചെയ്യണം ആ രീതിക്ക് ചെയ്യാം. മോഡിഫിക്കേഷൻ എങ്ങനെയാണോ ചെയ്യാം. അവരെന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ. നമ്മൾ പഴയ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മെഡോർ എഞ്ചിനിൽ നമ്മൾ ഇസൂസിന്റെ ഗിയർ ബോക്സ് ആഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ ഹാപ്പിയാണ്, ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വണ്ടിയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വണ്ടി ചെയ്ത ശേഷമാണ് അടുത്ത കസ്റ്റമർ വണ്ടിയുടെ ചെയ്ത് കൊടുക്കുന്നത്. ഓ അങ്ങനെയാണ്. ചെയ്ത് പരീക്ഷ നടത്തിയിട്ട് അവർക്ക് കൊണ്ടുപോയ ആൾക്കാരെല്ലാം തൃപ്തരാണ്. ഇസൂസിൽ തന്നെ ഞാൻ ഹാൻഡ് ഗിയറിന്റെ സംഭവം ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെ 5 ഗിയർ ആയിരിക്കും, പക്ഷേ ഹാൻഡ് ഗിയറിന്റെ അതൊക്കെ ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർ കുറവല്ലേ? ആൾക്കാരുണ്ട്, ഉണ്ടല്ലേ? പക്ഷെ ആ വണ്ടി നമ്മൾ അധികം കണ്ടിട്ടില്ല. അതല്ല, ഞാൻ ഇപ്പൊ 2 വണ്ടി ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇവിടെ ഇപ്പൊ അങ്ങനത്തെ വേറെ ഒന്നുമില്ലല്ലേ? അതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ചേട്ടാ നമുക്കിപ്പോ ഇവിടെ ഇന്നോവ വേണ്ട ഒരു അങ്ങനെ വണ്ടി കിടക്കണം. നമുക്ക് ഇതിനൊക്കെ ഒന്ന് എന്തൊക്കെയാണ് കംപ്ലൈന്റ്, ഏതൊക്കെയാണ് മോഡൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഇന്നോവ 2006 മോഡലാണ്. 2006 മോഡൽ. ഈ വണ്ടി ഞങ്ങൾ അവിടെ നമ്മളെ കാർ ലിങ്കിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ഒരു ഓഫർ കിട്ടുന്ന നമ്മൾ എടുത്ത വണ്ടിയാണ്. ഇത് ഉണ്ട്, നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് ഈ വണ്ടി. ഞാൻ തന്നെ പോയി എടുത്ത വണ്ടിയാണ്. ഇതന്ന് ഞങ്ങൾ 2.4 എടുത്തത്. അത്യാവശ്യം പണിയും കാര്യങ്ങളുണ്ടായിരുന്നു, വർക്കുകളുണ്ട്. നമ്മൾ ഇന്ന് ടച്ച് ആൻഡ് പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി. മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, സീരിയലിന്റെ വർക്കിന് ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞ പൊളിച്ചു ഉറക്കിയിട്ട് ഇത് ഇലക്ട്രിസിറ്റി ഓടുന്ന വണ്ടിയാണ്. ഇതൊക്കെ ഇവിടുത്തെ കസ്റ്റമറാണ്. ഇതിനൊക്കെ എന്താണ്? ഇത് അത്യാവശ്യം ചില്ലറ വർക്ക് ഇലക്ട്രിസിറ്റി ഓടുന്ന വണ്ടിയാണ്. KCB വണ്ടി. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ചെറിയ ചില്ലറ വർക്ക്, ഓയിൽ മാറക്കം, എൻഡ്, അങ്ങനെയുള്ള വർക്കുകളാണ്. ഇതിന്റെ മുകളിൽ സൺറൂഫിനുള്ള സാധനങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് സൺറൂഫ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തോണ്ടിരിക്കുക. ഓ ഇത് കുറച്ച് പണിയുണ്ടല്ലേ? ഇതൊക്കെ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. സൺറൂഫിന് കട്ട് ചെയ്തിട്ടൊക്കെയാണ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാക്കി പണി കൂടെ ചെയ്ത് വരുമ്പോൾ സെറ്റ് ആവും. ഇത് ഈ ഇടയ്ക്ക് ഇത് കുറച്ച് ദിവസം എടുക്കാൻ, ഇത് കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. ഇതിപ്പോ ചെയ്യുന്ന എത്രയാവും? 26,000 സൺറൂഫിന്റെ വില തന്നെ ആയി. ക്രോസിന്റെ എടുത്ത് കയറ്റി. ഓക്കെ ഓക്കെ. വേറെ ഇപ്പൊ ഈ വണ്ടിക്ക് നമുക്ക് ഈ വണ്ടിയുടെ കണ്ടീഷനുള്ള അല്ലാതെ വേറെ എന്തൊക്കെ മാറ്റി? ഡാഷൊക്കെ വേറെ? ഡാഷ് ഫോർഡ് ഫിഗോയുടെ ഡാഷാണ് കയറ്റിക്കുന്നത്. സ്റ്റിയറിംഗ് അതിനാണ് കയറ്റിക്കുന്നത്. സ്റ്റിയറിംഗ് ഇതെല്ലാം കൂടെ ചെയ്ത് ഈ വണ്ടി ഇപ്പോൾ ഒന്ന് നോർമലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ ഈ വണ്ടി ഒരു 4.5 ലക്ഷം രൂപ ആവും. ഇതിപ്പോൾ കസ്റ്റമർ കൊണ്ട് തന്ന വണ്ടിയാണ്, ചേട്ടൻ സ്വന്തം വണ്ടിയാണ്? അല്ല, കസ്റ്റമർ കൊണ്ടുവന്നാണ് ചെയ്തോണ്ടിരിക്കുക. പുള്ളി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇന്ന സാധനങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇപ്പൊ ഏതിന്റെയൊക്കെ സാധനങ്ങൾ വെക്കുന്നത് അവര് നമ്മൾ പറയുന്ന സാധനം അവർ തന്നെ എടുത്ത് തരാന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവര് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വർക്ക് എടുത്ത് പറഞ്ഞു. ഇതിന് നല്ല പെയിന്റിങ്ങിന്റെ പണി, തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ. ഇഞ്ചിന്റെ വർക്കുകളൊക്കെ ചെയ്തോണ്ടിരിക്കണം. അഴിച്ചു പൊളിച്ചിട്ട്. ഇത് ഏത് മോഡൽ എഞ്ചിനാണ്? ഇത് ഇസൂസ് ആണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ ക്യാം കിട്ടാനുണ്ട്, ക്യാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഓർഡർ ചെയ്തേക്കാണ്. സാധനം ഉണ്ട്, വാങ്ങിച്ചാൽ മതി. പോയി ക്യാം കൂടെ വെച്ചാൽ ബാക്കി ഞാൻ ഹെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ പണി ചെയ്തിട്ട് ടൈം ബെൽറ്റ് മാറാനുണ്ട്. ടൈം ബെൽറ്റ് ഇളക്കിയിട്ടില്ല, അതായത് ടൈം ബെൽറ്റ് മാറുന്നുണ്ട്. ഈ കാര്യങ്ങൾ മാറാണ്ടാണ്. ഓക്കെ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഉടനെ തന്നെ ഇതിനിപ്പോൾ റോഡിൽ ഇറങ്ങും. ഇനിയിപ്പോൾ ഒരു മാസത്തിനകത്ത് എൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങും. അത് കഴിഞ്ഞ് അടുത്ത് പാച്ച് വർക്കിന് കുറച്ച് വർക്കുണ്ട്. അത്യാവശ്യം പാച്ച് വർക്കിൻ്റെ കുറച്ച് വർക്കുകളുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത് പെയിന്റിനോട്ട് പോയാണ്. നിങ്ങൾക്ക് ഇവിടെ മൊത്തം ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? ഇപ്പോൾ നമുക്ക് 2 സ്റ്റാഫേ ഉള്ളൂ. അപ്പം 2 പേര് വെച്ച് തന്നെ ഇത് കംപ്ലീറ്റ് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല.
ഓക്കെ. പെയിന്റിങ്ങിന് പോകുമ്പോഴത്തേക്കും അതും ഇവിടെ അടുത്ത് തന്നെയാണോ? തൊട്ടടുത്തുണ്ട്. പെയിന്റിംഗ് ഉണ്ടല്ലേ പണി? അത്യാവശ്യം പണിയുണ്ട്. ഇലക്ട്രീഷ്യൻ്റെ വർക്കൊക്കെ ഒരുപാടുണ്ട്. ഇതിന്റെ സീറ്റൊക്കെ ഇളക്കി പൊളിച്ചിട്ടൊക്കെയാണല്ലോ. സീറ്റ് വേറെ ഉണ്ട്, ആൾട്രേഷൻ അത്യാവശ്യം എടുത്ത് വച്ചേക്കണാണ്. സീറ്റ് വേറെ ഉണ്ട്. എല്ലാം ഇനി റെഡി ആവാനേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ വാഗണറൊക്കെ വരുമ്പോൾ വാഗണറൊക്കെ അത്യാവശ്യം പണികൾ കഴിഞ്ഞ് കിടക്കണ്ട. ഇതിപ്പോൾ സ്ഥലം ഉള്ളതുകൊണ്ട് അവർ ഇട്ടിട്ടങ്ങ് പോകും. കസ്റ്റമർ എടുക്കാതെ പോകുന്നത്. 2-3 വണ്ടികളുണ്ട്. സെന്നുണ്ട്. ഈ അംബാസഡർ അതും ചേട്ടനാണ് വന്നിക്കാണ്. അത് ഫുൾ വർക്കിനാണ്. കഴിഞ്ഞിടക്കണോ? കഴിഞ്ഞില്ല, ഇനി വർക്കുണ്ട്. അത് ഇടയ്ക്ക് പവർ സ്റ്റിയറിംഗ് കയറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഉണ്ട്. അവരൊന്നും കൊടുക്കത്തില്ല. പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ? പവർ സ്റ്റിയറിംഗ് കയറ്റി എല്ലാം കയറ്റി കഴിഞ്ഞു. ഇനി ബ്രാക്കിൻ്റെ പണിയുണ്ട്. അതിന് വേണ്ടി കിടക്കുകയാണ്. പുള്ളി ഗൾഫിലായിരുന്നു. 4 വീലൊക്കെ വന്ന് ജാമായിരുന്നു, അങ്ങനെ എടുത്തോണ്ട് വന്നാണ്. 4 വീലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത്. ചേട്ടാ, ഇപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുന്നത്, നമുക്കിപ്പോൾ വേറൊരു വണ്ടി, ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ആൾട്ടോയോ ഏതെങ്കിലും ഒരു വണ്ടിയുണ്ട്, അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ ഞാൻ ഓൾട്ടർ ചെയ്യാൻ താല്പര്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുമല്ലോ? അല്ല, നിങ്ങൾ മാത്രമായിട്ട് അങ്ങനെയല്ലോ. എന്തുകൊണ്ടോ ചെയ്യുന്നത്? നമുക്കിപ്പോൾ അങ്ങനെയല്ല, കസ്റ്റമർ ഇഷ്ടമാണ് പറഞ്ഞത്. എന്ത് ചെയ്ത് എന്താണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അവർ കൊണ്ടുതരുന്ന സാധനം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് അവർ കൊണ്ടുവരുന്ന സാധനം സെറ്റ് ആണ് ഇഷ്ടം. കാര്യം നമുക്കിടന്ന് അങ്ങനെ പിറകെ ഓടണ്ട. അത് ശരിയാണ്. അവർ കൊണ്ടുവന്നത് കുറച്ചുകൂടെ എളുപ്പമായി. ഇവിടെ കൂടുതലും പയ്യന്മാർ സെറ്റാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ഇതല്ലേ, നമുക്ക് തന്നെ കൂടുതൽ പരിചയമുള്ള വണ്ടികളാണ് വരുന്നത്. അതായത് നമ്മൾ ഒതുങ്ങിയ സ്ഥലമാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒതുങ്ങിയ സ്ഥലം, സമാധാനമായിട്ട് വേറെ ശല്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ മാത്രം നമുക്ക് ഫിറ്റ് ചെയ്ത് ഇഷ്ടം. നമുക്ക് പരിചയമുള്ള വണ്ടിയാണ് കൂടുതലും വരുന്നത്. എല്ലാ ആൾക്കാർക്കും അത് തൃപ്തരുമാണല്ലോ. നമ്മൾ പിന്നെ ഈ കസ്റ്റമറുണ്ട്. ഓവർ അങ്ങനെ പൈസ ഒന്നും വാങ്ങിക്കാറില്ല, ലിമിറ്റ് ഉണ്ട്. ചേട്ടൻ നമ്പറൊക്കെ നമ്മൾ താഴെ കൊടുത്തേക്കും, ആൾക്കാരൊക്കെ വിളിക്കും. ഓക്കെ. അപ്പോൾ ഈ KSEB വണ്ടിക്കൊക്കെ പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആണോ? KSEB എന്ന് പറഞ്ഞാൽ അത് KSEB വേണ്ടി നമ്മൾ കൊടുത്തിരുന്ന വണ്ടിയാണ്, നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ആണല്ലേ? അല്ല ചോദിച്ചെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ MVD എല്ലാത്തിനും പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ജീപ്പ് വരുന്നുണ്ട്. എടുത്തോ തന്നെ. ചേട്ടാ പറഞ്ഞോ, ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് കയറിയതാണ്. ഈ വണ്ടികൾ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ എന്ന് പറയുന്നത് കമ്പനി മോഡലിൽ ഇരുന്ന വണ്ടിയാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. 4 വീല് അലോയ് കയറ്റി, ലൈറ്റ് കയറ്റി, ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. സീറ്റൊക്കെ ഒന്ന് അഴിച്ച്. പക്ഷേ വണ്ടി മൊത്തത്തിൽ ഒരു ഗുമ്മായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ ടയറും ഇതൊക്കെ കാരണം പറ്റി ഗുമ്മായി വരും. ഇത് അലോയൊക്കെ മാറിയപ്പോൾ എത്രയാണ് ഇതിന്? ഇത് അലോയ് എന്ന് പറയുമ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ ഇരുന്ന അലോയാണ്. പുള്ളി അവിടെ ഉണ്ട്. പുള്ളിയുടെ ഞങ്ങൾ ഇട്ടതാണ്. പുള്ളിക്ക് ജിപ്സി ഉണ്ടായിരുന്നു. ജിപ്സി ഇത് വണ്ടി ക്രൈസൊക്കെ ഉള്ള പാർട്ടിയാണ്. ചേട്ടൻ തന്നെയാണ് ഈ വണ്ടി മെയിനായിട്ട് കൊണ്ടു നടക്കുന്നത്? അല്ല, നടക്കുകയാണ്. നമ്മൾ വർഷാപ്പ് സ്പാൻഡർ ഒന്ന് അടിച്ചാണ് ഇവിടെ പണി ചെയ്തപ്പോൾ തന്നെയാണ്. ഓ അങ്ങനെ. ഓക്കെ. മെയിനായിട്ട് ഈ വണ്ടി കൊണ്ടു നടക്കുന്ന ആരാണ്? നിങ്ങൾ തന്നെയാണ്. വണ്ടി എങ്ങനെയുണ്ട്? അങ്ങനെ ഒറ്റവാക്കി പറയാതെ കൊള്ളാന്ന് പറഞ്ഞാൽ എവിടെയും കൊണ്ട് നടക്കാം. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഏത് വലിയ വണ്ടി കൊണ്ടുപോയാലും. അല്ല, ഈ കണ്ടീഷനിൽ വണ്ടി കൊണ്ടുപോയി എപ്പോഴെങ്കിലും പിടിച്ച് നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ല, വേറെ കുഴപ്പമൊന്നും. അതിന് അങ്ങനെ സാധാരണ ഒരു മറ്റേ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ. ഞങ്ങൾ വണ്ടി ഇറക്കാറില്ലായിരുന്നു, വെളിയിലോട്ട് വലുതായിട്ടൊന്നും എടുക്കാറില്ല. പിന്നെ വല്ലപ്പോഴേക്ക് ഇത് കണക്ക് ഈ പറയുന്ന കണക്ക് വല്ല വണ്ടി കെട്ടി വലിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇത് എടുക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ വണ്ടി വരാറുണ്ട്, ഇഷ്ടംപോലെ വരാറുണ്ട്. ഇത് 4x4 അല്ലല്ല, ഇത് സാധാരണ നമ്മളിവിടെ 4x4 കയറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഇതാണ് 2 വീല് വണ്ടി പറഞ്ഞത് 4x4 കയറ്റി കൊടുക്കുന്നത്. ഇവിടെ മറ്റേ നമ്മുടെ ഓഫ് റോഡ് ഇതിനൊക്കെ പോകുന്ന ആൾക്കാർ വണ്ടി വരാറുണ്ട് ഇവിടെ? വരാറുണ്ട്. 4x4 വണ്ടിയൊക്കെ നമ്മളെ കഴക്കൂട്ടത്തൊരു ടീമുണ്ട്, അഖിലെന്നൊക്കെ പറയാം. അവർ കൂടുതലും ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ വണ്ടി ഇപ്പോൾ കൊണ്ടു കിടക്കുന്നുണ്ട്. അതിനോട് ഇപ്പോൾ നമ്മുടെ താറും ഓടിക്കുന്നുണ്ട്. ആ 2 വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് കുറച്ച് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് നമ്മുടെ ഈ കിടക്കുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ ഇത് ഈ മോഡൽ കൊണ്ട് നമുക്ക് എവിടെയും പോവാം. കാരണം ഒന്നാമത് DA എഞ്ചിനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പവർ കൂടുതൽ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 4x4 അല്ലെങ്കിൽ പോലും അത്യാവശ്യമുള്ള ഏറ്റവും കാര്യങ്ങളെല്ലാം എവിടെ ഇത് കയറി പോകും, എവിടെയും കയറും. പക്ഷേ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ടെർബോയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അധികം അങ്ങനെ ആരും ഇറക്കുന്നുമില്ല. അതിനൊക്കെ ഓഫ് റോഡ് കണക്ക് പോകാൻ വേണ്ടി അവർക്ക് തോന്നുന്നുമില്ല. ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും പോവാം. നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ മെയിൻ്റെനൻസും കുറവാണ്. ഇപ്പോൾ നമുക്ക് ബോഡി നോക്കിയാലും സൈഡ് ഇടിക്കുകയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മറ്റൊന്ന് ഇപ്പോൾ താറെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ബോഡി സ്ക്രാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട്. ഇതാകുമ്പോൾ നമുക്ക് എവിടെയും കൊണ്ടിറക്കാം, എന്ത് വേണോ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇത് കളയാതെ ഇങ്ങനെ വെച്ചേക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഈ പറയുന്ന അംബാസഡറിൻ്റെ കാര്യത്തിൽ.
അപ്പോൾ ആ ഡൗട്ട് കാര്യങ്ങളെല്ലാം ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് തീർന്നിട്ടുണ്ട്. കുറേ വണ്ടി ഇന്ന് കണ്ടു, കുറേ വണ്ടിയുടെ കൂടെ ഇരുന്ന് നമ്മൾ കുറേ യാത്രയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ക്ലിയർ ആയിക്കാണോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇനി ഇവിടെ ഒരുപാട് വണ്ടി ഇനിയും ഉണ്ട്. അപ്പോൾ ആ വണ്ടികളൊക്കെ നമ്മളിനി ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോകൾക്കായിട്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, നമ്മളത് തീർക്കുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വണ്ടിയുടെ ഏത് വണ്ടി ആയിക്കോട്ടെ, അതിനുള്ള എന്ത് പണിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ചെയ്ത് കഴിയാൻ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എല്ലാം സെറ്റായിട്ട് ചെയ്തു തരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.